Okay, good morning my dear students. Welcome to our next session of Financial Markets and Services. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കടന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കി എടുക്കുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഐ ആം എൻട്രിങ് ടു എ ന്യൂ ക്ലാസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം നമ്മുടെ ഇതായി പോയതുകൊണ്ട് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ കറക്റ്റ് ദാറ്റ് ഈസ് നിർത്തി വെച്ചിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലൊരു ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിലേക്കാണ് നമ്മൾ വരേണ്ടായിരുന്നത്. അതിൽ നമ്മൾ 3 കണ്ടു. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി ഓണർഷിപ്പ് അനുസരിച്ചിട്ട് അല്ലേ, നമ്മളങ്ങനെയല്ലേ 3 ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഓണർഷിപ്പ് അനുസരിച്ചിട്ട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, ആൻഡ് അക്കോർഡിംഗ് ടു ഓപ്പറേഷൻ അനുസരിച്ച് ഓപ്പൺ, ക്ലോസ് ആൻഡ് ഇൻ്റർവൽ എന്നുള്ളത് കണ്ടു. ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് അക്കോർഡിംഗ് ടു ദി പോർട്ട്ഫോളിയോ ഓർ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമ്മളൊരു ഇൻകം ഫണ്ട്സ് കണ്ടു, ഗ്രോത്ത് ഫണ്ട്സ്, ബാലൻസ്ഡ് കൺസർവേറ്റീവ് ഫണ്ട്സ്, സ്റ്റോക്ക് ഇക്വിറ്റി ഫണ്ട്സ് കണ്ടു, ഇൻഡെക്സ് ഫണ്ട് കണ്ടു, ബോണ്ട് ഫണ്ട്സുകൾ കണ്ടു, സ്പെഷ്യലൈസ്ഡ് ഫണ്ട്സ് കണ്ടു, ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അവിടെ വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഓൾമോസ്റ്റ് 9 മ്യൂച്വൽ ഫണ്ട്സുകൾ നിങ്ങൾക്ക് ആ ടൈപ്പിൽ പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എന്താ പറയുക, ഗോൾഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള, ഡയറക്റ്റ്ലി ഗോൾഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതാണ് ദാറ്റ് ഈസ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു, നോ മാറ്റർ ഹൗ ദ പ്രൈസ് ഫ്ലക്ച്വേറ്റ്സ് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്, ഇൻവെസ്റ്റഡ് ഇൻ എക്സ് ഗ്രാംസ് ഓഫ് ഗോൾഡ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, ഒരു എക്സ് ഗ്രാംസ് ഓഫ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് ദ പ്രൈസ് ഫോർ എക്സ് ഗ്രാംസ്. ആ എക്സ് ഗ്രാംസിന് എത്ര പ്രൈസ് അപ്പോൾ ഉണ്ട് അതനുസരിച്ചിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടും. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾ സഹിതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും എക്സാമ്പിൾസ് ആണല്ലോ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അപ്പോൾ ഞാനത് പറയാതെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഒരു വ്യക്തി ദാറ്റ് ഈസ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ദാറ്റ് ഈസ് എന്താണ്, ഒരു 20,000 വർത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, അതായത് 20,000 രൂപയുടെ വർത്തിനെസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നതാണ് പറയണത്, അയാൾ ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുകയാണ്. ആ സമയത്ത് ഗോൾഡിൻ്റെ പെർ ഗ്രാം പ്രൈസ് എന്ന് പറയുന്നത് സപ്പോസ് ഇപ്പോൾ അതൊന്നും നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഓക്കെ, സപ്പോസ് 2,000 പെർ ഗ്രാം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു അസംഷൻ എന്താണ്, ദാറ്റ് ഈച്ച് യൂണിറ്റ് ഓഫ് GETF, ഇതാണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞത് GETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ ആ രീതിയിലനുസരിച്ചിട്ട് അതിൻ്റെ അന്നത്തെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ 1 ഗ്രാം ഓഫ് ഗോൾഡിൻ്റെ NAV എന്തായിരിക്കും, NAV നെറ്റ് അസറ്റ് വാല്യൂ എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, പെർ ഗ്രാമിന് 2,000 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ NAV, അതായത് GETFൻ്റെ NAV എന്ന് പറയുന്നതും 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില അതാണല്ലോ, ദാറ്റ് ഗോൾഡ് ലിങ്ക്ഡ് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ 2,000 ആയിരിക്കും. അപ്പോൾ ഇയാളുടെ കയ്യിൽ എത്ര ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വർത്ത് ₹20,000 ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സിന് എത്ര യൂണിറ്റ്സുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇയാളുടെ കയ്യിലുള്ളത് 20,000 യൂണിറ്റ്സ് ആണ്, 20,000 റുപ്പീസ് ആണ്. അന്നത്തെ ഗോൾഡിൻ്റെ വില പെർ ഗ്രാം എന്ന് പറയുന്നത് നെറ്റ് NAV ദാറ്റ് ഈസ് പറയണത് ദാറ്റ് ഈസ് 2,000 ആണ്. ദെൻ ഹൗ മെനി യൂണിറ്റ്സ് ഹി വിൽ ബി ഏബിൾ ടു പർച്ചേസ്. എന്ത് ചെയ്യാം, 20,000 ഡിവൈഡഡ് ബൈ 2,000 ചെയ്താൽ 10. അപ്പോൾ 10 യൂണിറ്റ്സ് അദ്ദേഹത്തിന് ഈ GETF അദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതായത് 10 യൂണിറ്റ്സ് GETF വാങ്ങിച്ച് അദ്ദേഹത്തിന് വിടാതിരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, അപ്പോൾ നമ്മൾ പറയുകയാണ് ഫ്ലക്ച്വേഷൻസ് വന്നാലും എന്താണ് വാട്ട് ഈസ് ദ ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയണത്. എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വില ദാറ്റ് ഈസ് എന്ത് ചെയ്തു, പെർ ഗ്രാം 2,100 ആയിട്ട് റേസ് ചെയ്തു. പെർ ഗ്രാം 2,000 ആയിരുന്നത് 2,100 ആയിട്ട് റേസ് ചെയ്തു. ദെൻ വാട്ട് വിൽ ബി ദ NAV എത്രയായിരിക്കും, എത്രയായിരിക്കും, 21,000 ആയിരിക്കും. എത്രയായിരിക്കും, 21,000 ആയിട്ട് NAV മാറുന്നു. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ്, മിസ്റ്റർ എക്സ് ഡിസൈഡ് ടു സെൽ ഹിസ് യൂണിറ്റ്സ്. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, ഓക്കെ എനിക്ക് അപ്പോൾ 20,000 അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 100 രൂപ ഗ്രാമിന് വെച്ച് കൂടി. അപ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന നെറ്റ് വർത്ത്, ആ പറയുന്നതാണ് നമ്മുടെ മൂല്യം, ദാറ്റ് ഈസ് വർത്ത് എന്ന് പറയുന്നത്. ആ നെറ്റ് വർത്ത് എത്രയായി മാറി, ദാറ്റ് ഈസ് അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയായി മാറി, നെറ്റ് വർത്ത് നെറ്റ് അസറ്റ് വാല്യൂ എത്രയായിട്ട് മാറി, 21,000 ആയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വിചാരിച്ചു, if the price of the gold rises to ₹2,100, then NAV will now also become 2,100 per unit. Per unit 2,100 ആയിരിക്കും. If at this date Mr. X decide to sell his units, he will get rupees എത്ര കിട്ടും, 21,000
21,000 ബാക്ക്. എന്താ കാരണം? അപ്പോഴും നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ 21,000 ഡിവൈഡഡ് ബൈ 2,100 എപ്പോഴും എത്ര തന്നെയാണ്? 10 യൂണിറ്റ്സ് അല്ലേ? ദറ്റ് ഈസ് 10 യൂണിറ്റ്സ്. അത് 10 യൂണിറ്റ്സ് ഇൻറ്റു 2,100 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു 2,100 ചെയ്താൽ 21,000 ആയിരിക്കും. അതാണ് പറഞ്ഞത്. എങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്താലും എക്സ് ഗ്രാം ഓഫ് ഗോൾഡിന് അദ്ദേഹത്തിന് എന്ത് തന്നെ കിട്ടും? എക്സ് ഗ്രാംസ് എത്രയും തന്നെ എന്ത് കിട്ടും? ഹി വിൽ ഗെറ്റ് ദ പ്രൈസ് ഫോർ എക്സ് ഗ്രാംസ്. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള നഷ്ടമൊന്നും വരില്ല. എങ്ങനെയാണ് പ്രൈസ് ഇപ്പോൾ ഡിക്രീസ് ചെയ്തിരുന്നെങ്കിലും ആസ് ദ കേസ് മേ ബി അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു തരുന്നുണ്ട്. 1,500 പെർ ഗ്രാം ആയിട്ട് അത് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1,500 പെർ ഗ്രാം ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? ദ NAV വുഡ് ബിക്കം എത്രയായി മാറുന്നു? നെറ്റ് അസറ്റ് വാല്യൂ ഒന്നെങ്കിൽ 15,000 ഫുൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ 1,500 പെർ യൂണിറ്റായി നെറ്റ് അസറ്റ് വാല്യൂ മാറുന്നു. ആൻഡ് ഹി വുഡ് ഗെറ്റ് എത്ര രൂപ ബാക്കി കിട്ടും? അപ്പോഴും അദ്ദേഹത്തിന് അഷ്യൂർഡാണ്, എമൗണ്ട് അദ്ദേഹത്തിന് കൈ കിട്ടും, 15,000 ബാക്ക് തിരിച്ചു കിട്ടും. ക്ലിയർ ഉണ്ട്? അപ്പോൾ അത് ആ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ആസ് ദ കേസ് മേ ബി അത്ര എമൗണ്ട് ഹി വിൽ ഗെറ്റ്. അതായത് ഇതിനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റീസ് പോലെ തന്നെയല്ലേ ഇത് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ പൈസ കുറയുന്നുണ്ടല്ലോ എങ്കിൽ പോലും ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ബൈയിങ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സ്വർണ്ണത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസൊക്കെ അല്ലേ, ദാറ്റ് ഈസ് നമ്മൾ ഒരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളവരാണ്. നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർണ്ണം വാങ്ങിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കില്ലേ ലോക്കൽ, അതിനോട് ഈക്വലൻ്റ് ആണ്. പക്ഷെ ഒരു ഗുണം കൂടിയുണ്ട്. എന്താണ് ആ ഗുണം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സേഫർ ആൻഡ് ഈസിയർ വേ. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അവന് ഓർക്കണ്ടാവില്ലേ വീട്ടിലിപ്പം അല്ലേ, കല്യാണ തലേന്നൊക്കെ നമ്മൾ സ്വർണ്ണം വീട്ടിലെടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ആകെ ടെൻഷനാണ്. ആരോട് പറയരുത്, ഉണ്ടാതിരിക്കുക, രഹസ്യമായിട്ട് നമ്മൾ പോകുന്നു, എടുത്ത് വെക്കുന്നു അല്ലേ. നമുക്ക് ഭയങ്കര പേടിയാണ്. വീട്ടിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മളതെടുത്ത് കൂടെ കൊണ്ടുപോകുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ കൂടെയുള്ള റിസ്ക് വേറെ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇൻ എ സേഫ് ആൻഡ് ഈസിയർ വേ ആസ് ഹി ഡു നോട്ട് ഹാവ് ടു ഫിസിക്കലി സ്റ്റോർ ഹിസ് ഗോൾഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൻ്റെ ഫിസിക്കലി അദ്ദേഹത്തിന് അത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഹി വിൽ ബി ടെൻഷൻ ഫ്രീ. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ബൈയിങ് GETF ഓവർ ഫിസിക്കൽ ഗോൾഡ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റർ ഡോണ്ട് ഹാവ് ടു ബൈ ദ ഗോൾഡ് ഫിസിക്കലി ആൻഡ് കീപ് ഇറ്റ് ഇൻ എ ലോക്കർ. വെറുതെ വായിച്ചാൽ മതിയല്ലോ, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ജസ്റ്റ് ബൈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആൻഡ് സെൽ ദം വെൻ എവർ ഹി വാണ്ട്സ് ടു ബൈ ഫിസിക്കൽ ഗോൾഡ്. എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? വീട്ടിൽ വാങ്ങി സ്വർണ്ണം സൂക്ഷിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു, സ്വർണ്ണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ വിൽക്കുന്നു, ആ പൈസയ്ക്കുള്ള ഗോൾഡ് വാങ്ങിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്നാണ് പറയുന്നത്? അൺലൈക്ക് ഫിസിക്കൽ ഗോൾഡ് ദ ഇൻവെസ്റ്റർ നീഡ് ടു ബൈ അറ്റ്ലീസ്റ്റ് എ ഫ്യൂ ഗ്രാംസ് ആൻഡ് പേ thousands of rupees അറ്റ് വൺ. ശരിയല്ലേ? സ്വർണ്ണക്കടയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും 1 ഗ്രാം വാങ്ങിക്കാനൊക്കെ പോകും. നമ്മൾ അവർ തിരിഞ്ഞ് നോക്കിയൊന്നും വരില്ല. 1 ഗ്രാമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയാൽ, നമ്മളൊരു ചെറിയ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് വലിയ ഷോപ്പിലൊക്കെ കയറിപ്പോയാൽ നമുക്ക് തന്നെ ഉണ്ടാവും ഇത് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഈ ഷോപ്പിൽ കയറിപ്പോയി, അല്ലെങ്കിൽ 1 ഗ്രാമൊക്കെ ആയിട്ട് എങ്ങനെയോ വാങ്ങിക്കുക. ദാറ്റ്സ് ദ മെൻറ്റാലിറ്റി ഓഫ് മലയാളി. അതാണ് നമുക്ക് ഇപ്പോൾ നമുക്കായാലും ആർക്കായാലും അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുമൂലം ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഇതിനെന്ത് ചെയ്യാം? ഏറ്റവും സ്മോളർ എമൗണ്ട് ഓഫ് യൂണിറ്റ്സിൽ വരെ വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ എത്ര പൈസയേ ഉള്ളൂ മതി. ആ 1 ഗ്രാമിലുള്ള എമൗണ്ടേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 1 ഗ്രാമിൻ്റെ വാല്യൂ ഉള്ള ദാറ്റ് ഈസ് എന്ത് ചെയ്യാം? ഫണ്ട് അല്ലെങ്കിൽ ആ യൂണിറ്റ്സ് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും പൈസ പോകുന്നത് എങ്ങനെയാണ്? മേക്കിംഗ് ചാർജ് അല്ലേ. നമുക്ക് സ്വർണ്ണം അത്ര വാങ്ങിച്ചില്ലെങ്കിൽ പോലും വലിയൊരു ബില്ലും കൂടെ കിട്ടും. ദാറ്റ് ഈസ് ആഡ് മേക്കിംഗ് ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഡസൻറ്റ് ഇൻകർ എനി മേക്കിംഗ് ചാർജസ് എന്നാണ് പറയുന്നത്. ദ ഓൺലി കോസ്റ്റ് ഹി വിൽ ഹാവ് ടു ബെയർ വിൽ ബി ദ ബ്രോക്കറേജ് ഫീ. മ്യൂച്വൽ ഫണ്ട് അല്ലേ, അപ്പോൾ ഒരു ബ്രോക്കറേജ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷണൽ കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷണൽ കോസ്റ്റുകളുണ്ടെങ്കിൽ അതും എപ്പോഴും പറയണത് ഇറ്റ് വിൽ ബി അറൗണ്ട് 1 to 2%. ആകെയുള്ള എമൗണ്ടിൻ്റെ 1% തൊട്ട് ഒരു 2% വരെയാണ് ആ എമൗണ്ട് വരുന്നുള്ളൂ. മേക്കിംഗ് ചാർജ് ഒന്നും അതാവില്ല കേട്ടോ. നിങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം മേക്കിംഗ് ചാർജും. അതുകൊണ്ട് നമ്മൾ പറയും പണിക്കൂലി, ഇപ്പോഴത്തെ അഡ്വർടൈസ്മെൻറ്റ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പണിക്കൂലി കുറവാണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊക്കെ നമ്മൾ കല്യാൺ ജുവലേഴ്സിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണില്ലേ. ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആക്കി അങ്ങോട്ട് പറഞ്ഞു തരാണ്. പലതിനും ഇപ്പോൾ മേക്കിംഗ് ചാർജ് എന്നുള്ളതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാറുണ്ട്. ഏതായാലും കല്യാണമോ അല്ലെങ്കിൽ ഏത് ജ്വല്ലറീസ് എടുത്താലും അപ്പോൾ അത് പറയാറുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മേക്കിംഗ് ചാർജ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെന്താണ്?
നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇത് വാങ്ങിക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു ടെൻഷനാണല്ലേ, നമുക്ക് ക്വാളിറ്റിയുള്ള ഗോൾഡാണോ കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ നല്ല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ വലിയ ഷോപ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബുദ്ധിമുട്ട് 1 ഗ്രാമോ 2 ഗ്രാമോ വാങ്ങിക്കൽ നടക്കില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. ഇൻവെസ്റ്റർ ഡോണ്ട് ഹാവ് ടു വെരിഫൈ ദ ക്വാളിറ്റി ഓഫ് ഗോൾഡ്. ഓൾ GETFs ഇൻവെസ്റ്റ് ഇൻ 99.95% പ്യൂരിറ്റി ഗോൾഡ്. എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അത് ഒരു റൂളാണ് അവരുടെ. 99.95% പ്യൂരിറ്റി ഉള്ള ഗോൾഡിലാണ് അവർ, ദാറ്റ് ഇസ് മ്യൂച്വൽ ഫണ്ട്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണെന്നാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ടാക്സാണ് വെൽത്ത് ടാക്സ്. ഇൻകത്തിന് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കില്ലേ, അതേപോലെ തന്നെ ഗോൾഡിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ടാക്സാണ് വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഈ എമൗണ്ട് കൊണ്ടായിട്ട് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് എക്സംപ്റ്റ് ഫ്രം ദിസ് ടാക്സ്. നമുക്ക് ഈ വെൽത്ത് ടാക്സ് കൊടുക്കേണ്ട എക്സംഷനാണ്. അപ്പോൾ അത് അതിൻ്റെ വലിയൊരു ബെനിഫിറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ കോമേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില അറിവുകൾ നമുക്ക് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടാക്സ് എക്സംഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, വെൽത്ത് ടാക്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ GETF വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല എന്നാണ് പറയുന്നത്. ഓൺലി ദ വൺ തിങ് ദാറ്റ് വി നീഡ് ടു ഹാവ് എ ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ, സ്റ്റോക്സ് ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒക്കെ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്, ഡിമാറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മാത്രം അത് എന്താ പറയുക, ദിസ് ഇസ് മച്ച് ഈസിയർ ദാൻ വിസിറ്റിംഗ് എ ജുവലർ ഓർ എ ബാങ്ക് ആൻഡ് ബൈയിങ് ഫിസിക്കൽ ഗുഡ്. ഒരു കടയിൽ പോയി അവിടെ ഒരു സ്വർണ്ണം വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദാറ്റ് ഈസ് ജെൻസിനൊക്കെ ഭയങ്കര ദേഷ്യം വരും. പക്ഷേ അതിൽ സമയം എടുത്തെന്ന് വെച്ചാൽ സ്വർണ്ണമാണ്, അവരും സമയമെടുക്കും. കാരണം അത് അത്രയും നോക്കി കണ്ട് പ്യൂരിറ്റി, കല്ലിൻ്റെ ഇത് കളഞ്ഞ് മറ്റേ കല്ലുള്ള ഓർണമെൻറ്റ്സ് വാങ്ങിക്കരുത്, സ്റ്റോൺസുകൾ വരുത്. അപ്പോൾ അതൊക്കെ നോക്കി കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ജ്വല്ലറി വാങ്ങിക്കുക അല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതിലില്ല. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ഈസി, നമ്മുടെ ഫണ്ട്, നമ്മുടെ എമൗണ്ട് സുരക്ഷിതമായി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇതുവഴി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ബൈയിങ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ദാറ്റ് ഈസ് 8th ടൈപ്പാണ്, ഇതിൻ്റെ ബേസിസിലാണ് അക്കോർഡിംഗ് ടു പോർട്ട്ഫോളിയോ ഒബ്ജക്റ്റീവ് അനുസരിച്ച് 8th ടൈപ്പാണ് പറയുന്നത് ഫണ്ട് ഓഫ് ഫണ്ട്സ്. 8ാമത്തെ ഇതിൻ്റെ എന്താണെന്നാണ് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ പല ആളുകളും മ്യൂച്വൽ ഫണ്ട് നടത്തുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ദാറ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ദി യൂണിറ്റ്സ് ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട്സ് ആർ നോൺ ആസ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അതാണ് ദേ ഡു നോട്ട് ഇൻവെസ്റ്റ്, അവർ ഷെയർസിലും ഡിബഞ്ചേഴ്സിലും ഒന്നുമല്ല ദാറ്റ് ഈസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അവരെന്ത് ചെയ്യും, ഇതുപോലെയുള്ള വേറെ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കുക, ആ മ്യൂച്വൽ ഫണ്ടിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും, പല പല സ്കീംസ് ഉണ്ടായിരിക്കും. ആ സ്കീംസിനകത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന മോഡാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അപ്പോൾ എന്താണ് ഇവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്യൂട്ട് കേസ് പോലെ അല്ലേ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് അടങ്ങിയതാണ് ഒരു പോർട്ട്ഫോളിയോ. ദാറ്റ് ഈസ് ആസ് പെർ ദി വ്യൂ പോയിന്റ് ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ അങ്ങനത്തെ പോർട്ട്ഫോളിയോകൾ കുറേ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നു. അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതിൽ നോക്കി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എമൗണ്ട് കൊണ്ടിടും. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ ഒരു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ, ദാറ്റ് ഇസ് മെയിൻലി ദാറ്റ് വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഫസ്റ്റ് പറയണതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചാൻസ്. എന്താണെന്നാണ് പറയുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ ചാൻസ്. അപ്പോൾ എന്താണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ അറിഞ്ഞ് നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ്, നമ്മൾ ഒരു സെക്യൂരിറ്റിയിലോ ഒരു ഇക്വിറ്റി ഷെയറിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിലോ ആണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പല പല സെക്യൂരിറ്റീസിലാണ് അല്ലേ. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പല രീതിയിൽ നമ്മൾ ചെയ്യുക, അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇതിൽ പറയണത്, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത്, അതായത് പല ഇൻവെസ്റ്റ്മെൻറ്റിൽ, പല മോഡ്സിൽ, പല മെത്തേഡ്സിൽ അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുന്നു. അതായത് ഒരു ചെറിയ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു സ്മോൾ ഇൻവെസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ 1-2 കമ്പനി
അതിൽ കൂടുതലൊന്നും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. കാരണം നമുക്ക് എല്ലാം നോക്കി എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ഡൈവേഴ്സിഫൈ ജിയോഗ്രഫിക്കലി, ഇൻഡസ്ട്രി വൈസ് എക്സെട്ര. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മ്യൂച്വൽ ഫണ്ട് മാനേജർ ഉണ്ട് അല്ലേ, അദ്ദേഹം നോക്കിക്കോളും. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കമ്പനിയിലൊന്നുമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള അതാണ് ജോഗ്രഫിക്കലി പരന്ന് കിടക്കുന്നത്. അതായത് ഏറ്റവും മാർക്കറ്റിൽ ഇപ്പോൾ ഏതിലാണ് നിൽക്കുന്നത് അങ്ങനെ നോക്കിയിട്ട്, അതും ഇൻഡസ്ട്രി വൈസ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക, കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നത് ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലായിരിക്കാം, ചിലപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലായിരിക്കാം, ഇപ്പോൾ ഓരോ തരത്തെ ഇൻഡസ്ട്രീസിൽ. അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മൾ സാധാ ഇൻഡിവിജ്വലി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇപ്പോൾ ബാങ്കോ എൻ്റെ ഷെയർസിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന അല്ലേ, നമ്മുടെ ലിമിറ്റഡ് ആണ് നമ്മൾ. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് പോകുകയാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് കമ്പനി നോക്കിക്കോളും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് പറയുന്നത് എന്താണ്, എക്സ്പേർട്ട് സൂപ്പർവിഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. നമുക്ക് അത്രമാത്രം എക്സ്പേർട്ടിൽ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ ചിലപ്പോൾ അതിലൊന്നും വളരെ എക്സ്പേർട്ട് ആവില്ല, നമുക്ക് അത്ര ടൈമും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് മാനേജർ എന്നാണെങ്കിൽ ഹോളി ദാറ്റ് ഈസ് ദേ ആർ ഹോളി അവരുടെ ഫുൾ ടൈം ഈസ് കോൺട്രിബ്യൂട്ടിങ് ഫോർ മ്യൂച്വൽ ഫണ്ട് മാനേജ്മെൻറ്റിന് വേണ്ടി നീക്കി വയ്ക്കുന്നവരാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ജനറലി എ സ്മോൾ ഇൻവെസ്റ്റർ need not be an expert in portfolio management. His investment need to be a പക്കാ വൺ എന്നാണ് പറയുന്നത്. അതാണ് അതെ സോറി ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ് നോട്ട് ടു ബി എ പക്കാ വൺ. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാ ഒരു ഇൻവെസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര പക്ക എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല നമ്മൾ. അതേസമയം എന്താണെന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് വിൽ ഹാവ് എ ടീം ഓഫ് എക്സ്പേർട്സ് ടു ഡീൽ വിത്ത് ഇൻ സച്ച് തിങ്സ്. അവർക്കൊരു ടീം ഓഫ് എക്സ്പേർട്സ് അല്ലെങ്കിൽ ടീം ഓഫ് ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് എക്സ്പേർട്ട് സൂപ്പർവിഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, തേർഡ് പറയുന്നത് ലിക്വിഡിറ്റി ഈസ് ഷുവർ എന്നാണ് പറയുന്നത്. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഷുവർ ആണ്. അതിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പഠിച്ച ഒരു ടൈപ്പിൽ ഓപ്പൺ എൻഡഡ് സ്കീം പഠിച്ചിരുന്നു അല്ലേ. ഓപ്പൺ എൻഡഡ് സ്കീമിൽ എന്താണ് നമ്മൾ പഠിച്ചത്, അതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ലിക്വിഡിറ്റി ഈസ് ബെറ്റർ എന്നാണ്. അപ്പോൾ ഒരു ഓപ്പൺ ഫണ്ട് സ്കീമിലൊക്കെ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് അസറ്റ് വാല്യൂ പ്രകാരം എപ്പോൾ വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ക്ലോസ് എൻഡഡ് സ്കീംസ് ആർ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ക്യാൻ ബി ഡിസ്പോസ് ഈസിലി. ഇനിയിപ്പോൾ ക്ലോസ് എൻഡഡ് സ്കീമായാലും കുഴപ്പമൊന്നുമില്ല. എന്താണ് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെല്ലുന്നു, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പോകുന്നു, ബ്രോക്കേഴ്സ് വഴി നമുക്കത് വിൽക്കുകയോ വാങ്ങുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ റിഡ്യൂസ്ഡ് റിസ്ക് വളരെ കുറവാണ്. കാരണം നമ്മളൊന്നും അറിയണ്ട, നമ്മൾ ആ പൈസ കൊടുക്കുന്നു, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങുന്നു, എൽസ് വിൽ ഓൾ അതർ വർക്ക്സ് വിൽ ഡൺ ബൈ ദി മ്യൂച്വൽ ഫണ്ട് കമ്പനി ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ അസറ്റ്സ്, റിസ്ക് ആർ റിഡ്യൂസ്ഡ് ആസ് ലോസസ് ഇൻ എ ഫ്യൂ ക്യാൻ ബി ബാലൻസ്ഡ് ബൈ ഗെയിൻസ് ഓഫ് അതേഴ്സ്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റിൽ നിന്നും പറയാം. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, മ്യൂച്വൽ ഫണ്ട് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിലോ അല്ല അവരുടേത്. പല പല ഇൻഡസ്ട്രീസിൽ തന്നെ പല പല കമ്പനീസുകളിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയോ ഒരു ഇൻഡസ്ട്രിയോ നഷ്ടത്തിൽ നടന്നാലും മറ്റേതിലും നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മേക്കപ്പ്, ദാറ്റ് ഈസ് വി വിൽ മേക്കപ്പ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലോസ് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറയണത്. എഫ് യു ക്യാൻ ബി ബാലൻസ്ഡ് ബൈ ഗെയിൻ ഇൻ അതേഴ്സ്. മറ്റേതിൽ ചിലപ്പോൾ നമുക്ക് ഗെയിൻ കിട്ടാം. അപ്പോൾ ഇവിടെ വരുന്ന നഷ്ടം നമുക്ക് ആ ഗെയിനിൽ കൂടി എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് ഇൻവെസ്റ്റ് അക്കോർഡിംഗ് ടു ടേസ്റ്റ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിഫറൻസും ടേസ്റ്റുകളും കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. അത്രമാത്രം മ്യൂച്വൽ ഫണ്ട് സ്കീംസുകൾ അവൈലബിൾ ആണെന്നാണ് പറയണത്. അതും ഓരോ ഇൻവെസ്റ്ററുടെയും ടേസ്റ്റുകളും പ്രിഫറൻസുകളും മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്കീംസുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ഇൻവെസ്റ്റർക്ക് ഹി ക്യാൻ ഇൻവെസ്റ്റ് വിത്ത് കോൺഫിഡൻസ്. വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ, കോൺഫിഡൻഷ്യലി അല്ല, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം. പറയുകയാണ് എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജറോട് പറഞ്ഞാൽ അദ്ദേഹം അത് നോക്കി നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതിൽ കൊണ്ടുപോകും. എന്താ വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ക്ലിയർ? അപ്പോൾ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ് നമ്മൾ പിന്നെ പറഞ്ഞതായിരുന്നു അല്ലേ, വെൽത്ത് ടാക്സ് എന്നൊക്കെ GTF ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടുന്നു. അപ്പോൾ അതും അതിനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ടാക്സ് അഡ്വാൻറ്റേജ് എന്താണ്, ടാക്സ് അഡ്വാൻറ്റേജ്. അതായത് സെർട്ടൺ മ്യൂച്വൽ ഫണ്ട്സിന് കിട്ടാറുണ്ട്, ഒരു ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ചില ഡിഡക്ഷൻസ്, നിങ്ങളിപ്പോൾ ടാക്സ് പഠിക്കുമ്പോൾ 80C ഒക്കെ പഠിക്കും. അപ്പോൾ 80C പ്രകാരം, ഇൻകം ടാക്സിൽ അണ്ടർ സെക്ഷൻ 80C പ്രകാരം നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിലൊക്കെ ചിലപ്പോൾ ടാക്സ് എക്സംഷൻസ് കിട്ടാറുണ്ട്.
അത് മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രിപ്ഷനും ആ ഒരു ഇതുണ്ട്, നോക്കേണ്ടി വരും എല്ലാം. നിങ്ങളിപ്പോൾ ETC പഠിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ ടാക്സ് അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കാതിരിക്കലാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കൊടുക്കാതിരിക്കലല്ല, നമ്മൾ ഇങ്ങനത്തെയുള്ള ചില സ്കീംസൊക്കെ കണ്ടെത്തി അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ETC പ്രകാരമുള്ളതാണെങ്കിൽ നമുക്ക് അത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ പറയുന്നതാണ് ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇതൊക്കെ നമ്മളിപ്പോൾ GETF പറഞ്ഞു പോയതാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന് എപ്പോഴും എന്തായിരിക്കും കോർപ്പസ് ഫണ്ട് ഉണ്ടാവും. കോർപ്പസ് ഫണ്ട് ആണെങ്കിൽ ഒരുപാട് ഫണ്ട് എന്ന് വെച്ചാൽ പല സ്കീമുകൾക്കുള്ളതല്ല, അപ്പോൾ കളക്ഷൻ ഓഫ് ഫണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരിക്കും എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ അവിടെ എക്കോണമീസ് ഓഫ് സ്കെയിൽ നമുക്ക് എൻഷുർ ചെയ്യാം. എന്താണ് ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഞാനെപ്പോഴും പറയില്ലേ, ഇപ്പോൾ നമ്മളൊരു 2 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആ 2 പോയിട്ട് നമ്മളൊരു 4 യൂണിറ്റ് മാനുഫാക്ചർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ കോസ്റ്റ് കുറയും. അത് പോയിട്ട് വീണ്ടും നമ്മൾ ഒരു 6 യൂണിറ്റ്സ് ഉണ്ടാക്കിയാൽ വീണ്ടും പെർ യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ? അതൊരു ലിമിറ്റ് വരെയുള്ള കേട്ടോ, അതൊക്കെ നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ലിമിറ്റ് വരെ അങ്ങനെ പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു യൂഷ്വൽ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും. കാരണം അവിടെ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം, എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ആയതുകൊണ്ട്, അതായത് എന്തെങ്കിലും എക്സ്പെൻസ് വരികയാണെങ്കിൽ ഫുൾ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ. ഒരു ആലോചിച്ച് നോക്കിയാൽ നമ്മളൊന്നും വേണ്ട, ഒരു കഷ്ണം കേക്ക്, അതാണ് നല്ല എക്സാമ്പിൾ. ഒരു കഷ്ണം കേക്ക് എടുത്തു, 2 പേരേ ഉള്ളൂവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് മുറിച്ച് തിന്നാം അല്ലേ. 2 പേരേ ഉള്ളൂ. 4 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്വാർട്ടർ. അതല്ല ഒരു 10 പേര് വന്നാൽ എന്ത് ചെയ്യും, ഓരോന്നും ഉള്ളു കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സൈസ് ഇങ്ങനെ കുറഞ്ഞ് വരേണ്ട. അതേപോലെ തന്നെയാണ് ഈ കോസ്റ്റിൻ്റെ കാര്യം. പക്ഷേ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു സെർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ അതുള്ളൂ, അതിനപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ, അതാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നത് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ആയിട്ട് ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ദാറ്റ് വിൽ അവൈലബിൾ ടു ദ ഇൻവെസ്റ്റേഴ്സ്. ആ കുറയുന്ന കോസ്റ്റ് കൂടി നമുക്കൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പിന്നീട് ലഭിക്കും. അതായത് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലേ, മാക്സിമം ഇൻവെസ്റ്റേഴ്സിനെ തരാൻ നോക്കും എന്നുവെച്ചാൽ അവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് തന്നെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന, ഇപ്പോൾ ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്കീം പ്രകാരം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻസ് എന്ന് പറയുന്നത് നോട്ട് ടാക്സബിൾ, ടാക്സ് നമ്മൾ അതിന് കൊടുക്കേണ്ട. പിന്നെ ഇഫ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആർ സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ആഫ്റ്റർ എ ഇയർ, അതായത് എന്താണെന്നാണ് പറയുന്നത്, വാങ്ങിയിട്ട് ഒരു വർഷത്തിന് ശേഷം നമ്മൾ ലാഭത്തിനാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ നീഡ് നോട്ട് ടു പേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാനിവിടെ ടച്ച് ചെയ്യുന്നേ ഇല്ല. നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുമ്പോൾ LTCG എന്താണെന്നും STCG എന്താണെന്നും പറയും അല്ലേ. ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്ക് അത്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അസറ്റ്സുകൾ വിൽക്കുകയും വാങ്ങുകയും കിട്ടുന്ന ഗെയിൻ, അത് നമ്മൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിനിലാണ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതായത് ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ, ലാഭം എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം അല്ലേ, ആ ഇൻകത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ട. അപ്പോൾ അതതിൻ്റെ ഒരു 1 ഓഫ് ദി അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയുന്നതാണ് ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആർ ഫങ്ഷനിങ് അണ്ടർ SEBI ഗൈഡ് ലൈൻസ്. മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ പറഞ്ഞു അല്ലേ, SEBIയുടെ ഗൈഡ് ലൈൻസ്. പബ്ലിക് വന്ന് പ്രൈവറ്റ് സെക്ടർ വന്നപ്പോൾ തന്നെ SEBI ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവന്നതിൽ ഇതെപ്പോഴും SEBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസും ഇല്ല. മാനിപ്പുലേഷൻ എന്താണ്, ഒരു തരത്തിലുള്ള ചതികളോ അങ്ങനെയൊന്നും ഇതിനകത്ത് നടക്കില്ല. കാരണം ദർ ഇസ് എ റെഗുലേറ്ററി സിസ്റ്റം അല്ലേ. SEBI എന്നുള്ള റെഗുലേറ്ററിയുടെ ഉള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്. SEBI ഉണ്ടായിട്ടുള്ള തന്നെ എന്തിനാണ്, ദാറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് 100% ദാറ്റ് ഈസ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ? അത് ഇതിനൊക്കെ ഇത്രയധികം അഡ്വാൻറ്റേജസ് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയുന്നത് ദാറ്റ് ഈസ് എല്ലാ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും, ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അഡ്വാൻറ്റേജസ് പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസുകളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ മ്യൂച്വൽ ഫണ്ട്സിലും എന്തുണ്ടെന്നാണ് പറയണത് അല്ലേ, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിലും ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ്
റിസ്ക് നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഓൾവേസ് ആൻ എലമെൻറ്റ് ഓഫ് റിസ്ക് അതിനകത്തുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് മുൻപ് ഒരു സ്കീം ഉണ്ടായിരുന്നു, UTIയുടെ മാസ്റ്റർ പ്ലസ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമായിരുന്നു അവർ. ആ സ്കീമിൻ്റെ പേരാണ് UTI മാസ്റ്റർ പ്ലസ് സ്കീം. ആ സ്കീം പിന്നീട് എന്തായി മാറി എന്നാണ് പറയണത്? മാസ്റ്റർ മൈനസായി മാറി. അത് നമുക്കിങ്ങനെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് അത്രയും നഷ്ടത്തിലേക്ക് പോയ ഒരു സ്കീമായി മാറി. അതായത് അതിലത്രമാത്രം റിസ്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. മാസ്റ്റർ ഗെയിനിനെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആക്ച്വലി അവിടെ ഗെയിൻ അല്ല ഉണ്ടായത്, മാസ്റ്റർ ലോസിലേക്ക് വന്നു, അങ്ങനെ ഉണ്ടായെന്നാണ് പറയണത്. അപ്പോൾ ചില മ്യൂച്വൽ ഫണ്ട്സൊക്കെ ശരിക്കും ബിലോ പാർ, അതായത് ഡിസ്കൗണ്ടിലൊക്കെയാണ് പോകണമെന്നാണ് പറയുന്നത്. ബിലോ പാർ എന്ന് എന്താണ്? വില കുറച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എലമെൻറ്റ് ഓഫ് റിസ്ക് കൂടുതൽ എന്തിലുണ്ട്? അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ദർ ഇസ് ആൻ എലമെൻറ്റ് ഓഫ് റിസ്ക് ഓൾവേസ് അറ്റാച്ച്ഡ് വിത്ത് ഓൾ മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ക്രൈസിസ്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൻ്റെ ചേർന്ന് പറയാം അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ചില സമയങ്ങളിൽ ലിക്വിഡിറ്റി ക്രൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നമുക്ക് പലതരം സ്കീംസ് ഉണ്ടാവും. എല്ലാ സ്കീംസും ഒരുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫങ്ഷൻ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ ചില സ്കീമുകൾ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വെരി പൂർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദർ വിൽ ബി നോ ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ആ ഒരു സ്കീം പ്രകാരം സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ലിക്വിഡിറ്റി ക്രൈസിസ് അല്ലേ, നമ്മുടെ കയ്യിൽ ആ ഒരു യൂണിറ്റ് ഉണ്ട്, പക്ഷെ അത് വാങ്ങിക്കാൻ ആരും വരുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത് എന്താണ്, ഒരു ബ്ലോക്കായി മാറി അല്ലേ, ഫണ്ട് ബ്ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയുന്നതും അറ്റാച്ച്ഡ് ടു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. പിന്നെ പറയണത് ഇന്നാഡിക്വേറ്റ് റിസർച്ച് എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ ശരിക്കും മ്യൂച്വൽ ഫണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2005, 2010 ആ കാലയളവിലൊക്കെ മ്യൂച്വൽ ഫണ്ട് നന്നായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ എവിടെ റെഫർ ചെയ്തിട്ടല്ല പറയുന്നത്, മൈ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ നല്ലൊരു റിട്ടേൺ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇനാഡിക്വേറ്റ് റിസർച്ച് എന്താണ് അതിൽ പറയണത്? അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന ഓർഗനൈസേഷൻസ് നന്നായി റിസർച്ച് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. കാരണം അവർക്ക് അറിയണം വാട്ട് വിൽ ബി ദ ട്രെൻഡ് ഓഫ് ദ മാർക്കറ്റ് എന്നതിനെക്കുറിച്ചൊക്കെ നന്നായി റിസർച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ പലരും എന്ത് ചെയ്യാറില്ല എന്നാണ് പറയണത്, ചെയ്യാറില്ല. ഫണ്ട് കളക്ട് ചെയ്യുന്നു, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ദേ വിൽ ഇൻവെസ്റ്റ് ഇറ്റ് എന്നാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മൾ പറയില്ലേ, റിസർച്ചൊക്കെ നടത്താനായിട്ട് അങ്ങനെ ഹൈ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അവിടെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ അതൊന്നും അങ്ങനെ നടക്കാറില്ല. ദാറ്റ് ഈസ് സെൽഡം അവൈലബിൾ എന്നാണ് പറഞ്ഞത്. ഉണ്ടാവാറില്ല അങ്ങനെ പ്രൊഫഷണൽസൊക്കെ. അത് വലിയ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തുടങ്ങുന്നു, അതിൻ്റെ ഫണ്ട് മാനേജറൊന്നും ചിലപ്പോൾ അത്ര വല്ലവരുടെ കാശല്ലേ എന്ന രീതിയിൽ അവർ ചിന്തിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു റിസ്ക് ഇതിനകത്തുണ്ട്. ശരിക്കും റിസർച്ച് നടത്താതെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വരുന്ന അവസ്ഥയും ഉണ്ടാകാം. പിന്നെ ഇൻആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക. ആഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പെറൻസി ഇല്ലാതെയാവാം. അതാണ് ഇൻആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ്പെറൻസി ഉറപ്പാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്താണെന്നാണ് പറയണത്, certain information which is crucial for the investor may not be made available. അപ്പോൾ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇറ്റ്സ് ഓക്കെ, അതൊക്കെ നമുക്ക് നമ്മൾ അഡ്വാൻറ്റേജിൽ പഠിച്ചതാണല്ലേ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനിൽ ട്രാൻസ്പെറൻസി മൂലമാണ് ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻസുകളൊന്നും എന്ത് ചെയ്യാറില്ല, നമുക്ക് തുറന്ന് കാണിച്ചു തരാറില്ല. അപ്പോൾ അതുമൂലം നമ്മുടെ കൈയാണ് കൊള്ളുക, അവസാനം അവർ ഫിംഗേഴ്സ് വിൽ ഗെറ്റ് ബേൺഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്, ഇഫ് ദ ഇൻവെസ്റ്റർ സെൽസ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് അറ്റ് എ പ്രോഫിറ്റ് വിത്തിൻ എ ഇയർ ഓഫ് ബൈയിങ് ദം, ഇൻവെസ്റ്റർ വിൽ ഹാവ് ടു പേ. അപ്പോൾ നമ്മൾ പഠിച്ചൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു എന്ത്, നമ്മൾ വിത്തിൻ 1 ഇയറിനകത്ത് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സുകൾ പ്രോഫിറ്റിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. ക്ലിയർ, നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്, ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് സെൽ ദ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് അറ്റ് എ പ്രോഫിറ്റ് വിത്തിൻ എ ഇയർ, ഒരു കൊല്ലത്തിനകം. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം വിറ്റാൽ നമ്മൾ എന്ത് കൊടുക്കണ്ട, അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ചില അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ. ഒരു കൊല്ലത്തിന് ശേഷം ലാഭം കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ LTCG കൊടുക്കണ്ട, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. പക്ഷേ നമ്മൾ ഒരു കൊല്ലം ആവുന്നതിന് മുൻപ് വിറ്റു എന്ന് വിചാരിക്കാം, വിത്തിൻ 1 ഇയറിൽ നമ്മൾ വിറ്റു, അപ്പോൾ നമുക്ക് ലാഭം കിട്ടിയെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, വി ഹാവ് ടു പേ ദി STCG, ദാറ്റ് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടതായിട്ട് വരും. കണ്ടോ അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, എന്താ പറയുക, നമ്മൾ രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ LTCG കൊടുക്കേണ്ടതെന്നേ ഉള്ളൂ ആഫ്റ്റർ 1 ഇയറിന്. പക്ഷേ വിത്തിൻ 1 ഇയറിൽ വിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണം,
STCG കൊടുക്കണം. അപ്പോൾ അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്, വൺസ് ആൻ ഇൻവെസ്റ്റർ സബ്സ്ക്രൈബ്സ് ടു ദ മ്യൂച്വൽ ഫണ്ട് സ്കീം ഹി കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ കൊണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അവർ ചോദിക്കില്ല. പിന്നെ എല്ലാം ചെയ്യണത് ആരാണ്? ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. നമ്മൾ ടേസ്റ്റും പ്രിഫറൻസുകളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ എല്ലാ ഡീലിങ്സും നടത്തുന്നത് വി ആർ നോട്ട് അവെയർഡ് അബൌട്ട് ദാറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് അവെയർഡ് അല്ല, നമുക്കതിനെക്കുറിച്ച് അവർ പറഞ്ഞു തരില്ല. അവരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വിചാരം എന്താണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്ററുടെ വിചാരം എന്താണെന്നുണ്ടെങ്കിൽ അവരത് വാച്ച് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് പറയണത്. കാരണം നമുക്ക് അവിടെ നമ്മുടെ ഡിസിഷൻസ് അവർ ചോദിക്കാറില്ല. അപ്പോൾ അത് അതിൻ്റെ വലിയൊരു ഇതാണ്. എവ്രിതിങ് ഈസ് ഡിസൈഡഡ് ബൈ ദി ഫണ്ട് മാനേജർ. അപ്പോൾ അദ്ദേഹം ഒരു നല്ല പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കാശ് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, പാസ്റ്റ് പെർഫോമൻസ് ഇസ് ജസ്റ്റ് എൻ ഇൻഡിക്കേറ്റർ, ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ഫ്യൂച്ചർ പെർഫോമൻസ്. അപ്പോൾ അതെല്ലാത്തിനും പറയാവുന്ന കോമൺ ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ചില കമ്പനികളിൽ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ചില മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. പക്ഷേ ഫ്യൂച്ചർ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് അല്ലേ. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ ആണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ പെർഫോം ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് എലമെൻറ്റ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. അത് എലമെൻറ്റ് ഓഫ് റിസ്കിൽ പെടുത്താവുന്ന കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് മാനേജ് ദർ ഓപ്പറേഷണൽ കോസ്റ്റ് ഫ്രം ദി ഫണ്ട്സ് അവൈലബിൾ ഇൻ ദ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്പറേഷണൽ കോസ്റ്റ് കുറവായിരിക്കും, എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്നതുകൊണ്ട്, ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് കുറയുമെന്ന് നമ്മൾ എന്തിൽ പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജിൽ പറഞ്ഞു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇൻവെസ്റ്റർക്ക് കിട്ടുമെന്ന് പറഞ്ഞുവെങ്കിലും ഡിസഡ്വാൻറ്റേജ് പറയണത് എന്താണ്, അതായത് ആ ഓപ്പറേഷണൽ കോസ്റ്റ് എത്രയാണെന്നുണ്ടെങ്കിലും ആ ഓപ്പറേഷണൽ കോസ്റ്റ് ആരിൽ നിന്ന് കുറയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കീം അത്ര ഭംഗിയായിട്ടുള്ള പുവർ പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചതെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ആ ഡിഡക്ഷൻ, ആ ഒരു എമൗണ്ട് ദാറ്റ് ഈസ് നമ്മുടെ ഇതിൽ നിന്ന് കുറയ്ക്കും കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു നഷ്ടം പറ്റുകയാണ് എന്നാണ് പറയുന്നത്. ദീസ് കോസ്റ്റ് ആർ ഡിഡക്റ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സ്കീംസ് പെർഫോമൻസ്. ഓക്കെ, ഇഫ് ദ പെർഫോമൻസ് ഇസ് ഗുഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാൻ പോകുന്നില്ല, ഒരു ചെറിയ എമൗണ്ടേ ഡിഡക്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഭംഗിയായി പെർഫോം ചെയ്യാത്ത സ്കീംസുകൾ അല്ലെങ്കിൽ സ്കീംസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടി നമുക്ക് ചിലപ്പോൾ ആ എമൗണ്ട് കൂടി ശരിക്കും അത് ഒരു 2010-11 എനിക്ക് തോന്നുന്നു കേട്ടോ, അടുത്തിൽ അങ്ങനെ നടന്നു പോയിട്ട് നമ്മൾ ഇട്ട പൈസ പോലും നമുക്ക് കിട്ടാതെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിന്. അപ്പോൾ നമ്മുടെ ആ പൈസയും കൂടി ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പൈസ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ ലാക്ക് ഓഫ് ത്രിൽ എന്നാണ് പറയുന്നത്. എന്താണ് ത്രില്ല് ഇല്ലാത്തത്? ഇഫ് ദ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് പേഴ്സണലി ആൻഡ് മേക്സ് പ്രോഫിറ്റ് ഹി വിൽ ബി ത്രിൽഡ് ഓൺ ദ അതർ ഹാൻഡ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ സ്വയം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വയം ഒരു മതിപ്പ് തോന്നും. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഐ ഗോട്ട് ദ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഐ ഗോട്ട് ദ പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് നമുക്കൊരു ത്രിൽഡ് ആവും. നമ്മൾ വളരെയധികം നമുക്കൊരു ആവേശം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളിത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാം ആ ഒരു ത്രില്ല് ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഈ ഒരു ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞു തരുന്നത്. ദർ ഈസ് നോ ത്രിൽ ഇൻ ദ പ്രസൻറ്റ് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് എന്നാണ്. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു ത്രില്ലില്ല. ഒരു ത്രില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവേശം നമുക്കില്ല. അപ്പോൾ അതും അതിൻ്റെ വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളതിൽ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമ്മുടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു, UTI യൂണിറ്റ് ട്രസ്റ്റ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത് ഇയർ നന്നായി തന്നെ ഓർത്ത് വയ്ക്കുക. 1964 അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റിലാണ് അത് എസ്റ്റാബ്ലിഷ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഇന്ത്യയിലത്തെ ഏറ്റവും ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് വന്നത് UTI ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ഓൾമോസ്റ്റ് 23 ഇയേഴ്സ് അവരുടെ മൊണോപ്പൊളി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പ്ലെയേഴ്സ് ഇതിലേക്ക് വന്നു എങ്കിൽ പോലും സെബി എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ട് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? സെബി ഒരു മ്യൂച്വൽ ഫണ്ട്, സെപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ട് ആക്ട് ടു ബി ഫോളോഡ് ബൈ ഓൾ ദ പ്ലെയേഴ്സ് ആസ് വെൽ ആസ് ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറയാവുന്നത്, ഒരുപാട് പ്ലെയേഴ്സ് ഈ ഫീൽഡിലേക്ക് വന്നത് കാരണം സെബി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ട് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാര് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്, ബൈ ഓൾ ദ പ്ലെയേഴ്സ് ഇൻ ദിസ് ഗ്രൗണ്ട്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഗ്രൗണ്ടിൽ കളിക്കുന്ന എല്ലാവരും ദാറ്റ് ഈസ് അവർ ഫോളോ ചെയ്തിരിക്കണം. ഓഫ് കോഴ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ഹാസ് ഓൾസോ ടു ഫോളോ. ഇൻവെസ്റ്റേഴ്സിനും ആ ഒരു മ്യൂച്വൽ ഫണ്ട് ആക്ട് അനുസരിച്ച് തന്നെ വേണം അവർ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ക്ലിയർ?
ഇത്രയാണ് നമ്മുടെ ഇതോടുകൂടി നമ്മുടെ മ്യൂച്വൽ ഫണ്ട്. പിന്നെ അതിലൊരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പ്ലാൻസ് വിൽ ക്യാരി കളർ കോഡ്സ് ടു ഇൻഡിക്കേറ്റ് റിസ്ക് പ്രൊഫൈൽ. അപ്പോൾ ഞാനതൊരു സ്ലൈഡായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇട്ട് തരുന്നുണ്ട്. അത് ജസ്റ്റ് ആ സ്ലൈഡ് നോക്കി നിങ്ങൾ മനസ്സിലാക്കുകയെ മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് ഞാൻ പറയാം. അതായത് ഇങ്ങനെയാണ് പറയണത്, ഹൈ റിസ്ക് അസറ്റ്സ്, അതായത് അതായത് ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെയും റിസ്ക് അറിയാനായിട്ടൊരു കളർ കോഡ്. അപ്പോൾ അതിൻ്റെ കളർ കോഡ് അനുസരിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈ റിസ്ക് അസറ്റ്സ് ആണെങ്കിൽ റെഡ് കളർ കാണിക്കും, ഹൈ റിസ്ക് അസറ്റ്സ് ആണെങ്കിൽ റെഡ് കളർ കാണിക്കും, മോഡറേറ്റ് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ കാണിക്കും, ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കാണിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്കീം ഞാൻ തരേണ്ടത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയും നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ. അതിൽ കാരണം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസിലൊക്കെ വന്ന് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയണില്ല ഏതാണ് ഹൈ റിസ്ക്, ഏതാണ് ലോ റിസ്ക്, ഏതാണ് മോഡറേറ്റ് റിസ്ക് എന്ന് അവർക്ക് അറിയുന്നില്ല. ദിസ് കളർ കോഡ് വിൽ ഹെൽപ്പ് ദം ടു ഐഡൻറ്റിഫൈ ദ ഡിഗ്രി ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഈ ഒരു കളർ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ഡിഗ്രി ഓഫ് റിസ്ക് അതുമായി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് പറയണത്. അതനുസരിച്ച് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാ ഡോക്യുമെൻറ്റുകളും, എല്ലാ ആപ്ലിക്കേഷൻ ഫോംസുകളും, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകളും, എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സിലും ഈ ഒരു കളർ കോഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റെഡ് ആണെങ്കിൽ ഹൈ റിസ്ക് ആണ്, യെല്ലോ ആണെങ്കിൽ മോഡറേറ്റ് ആണ്, ഗ്രീൻ ആണെങ്കിൽ ലോ റിസ്ക് പ്ലാൻസ് ആണ്. റിട്ടേൺ കുറയും, അതൊക്കെ വേറെ കാര്യങ്ങൾ. അവർ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിലും ഇങ്ങനെയുള്ള പ്രോസ്പെക്ടസിലും ഡോക്യുമെൻറ്റുകളിലും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ഈ കളർ കോഡുകൾ ഉണ്ടാകും. അപ്പോൾ ഐ വിൽ ഗിവ് ജസ്റ്റ് കുട്ടയും സ്ലൈഡ് കാണിച്ചു തന്നാൽ നിങ്ങളതൊന്ന് നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. Then we are going to discuss yet another topic that is known as insurance. നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയൊരു സംഭവമാണ് ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഒരു ഭാഗം ഇൻഷുറൻസ്. ബട്ട് ഐ എം നോട്ട് സ്കിപ്പിംഗ് ദാറ്റ് ടോപ്പിക്, ഐ എം ടേക്കിംഗ് കേട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, പക്ഷേ കുറച്ച് വേഗം അങ്ങോട്ട് പറഞ്ഞു, കാരണം നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ, ഇൻഷുറൻസ് എന്താണെന്നും ടേംസ് ഇൻവോൾവ് ഇൻ ഇൻഷുറൻസും അത്ര എടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. എന്താണ് ഇൻഷുറൻസ്? ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നേ ഇല്ല കേട്ടോ. ഇൻഷുറൻസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ അപ് ടു എ സർട്ടൺ ലിമിറ്റ്. ശരിയല്ലേ? ഓക്കെ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഇൻ ലൈഫ് ലൈക്ക് ഡെത്ത്, ആക്സിഡൻറ്റ്സ്, ഫയർ, earthquakes, loss of health, etc. Insurance is the answer to these risks and uncertainties. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും വരുന്ന നഷ്ടത്തിന്, ഒരു സർട്ടൺ ലിമിറ്റ് വരെയുള്ള വരുന്ന നഷ്ടത്തിന് ആ നഷ്ടം നികത്തി തരുന്ന ഒരു ഡിവൈസാണ് ഇൻഷുറൻസ്. നമ്മുടെ ജീവിതത്തിൽ പലതരം റിസ്കുകളുണ്ട്. ആ റിസ്കുകൾക്കുള്ള ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്താണ്? ദാറ്റ് ഈസ് ഇൻഷുറൻസ്. Insurance is a process in which losses of a few people are shared by many people who face the same risk. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഒരു പ്രോസസ്സാണ്. അതായത് ഒരുപാട് ആളുകൾ ഒരേ റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ആർക്കാണ് അതുമൂലം നഷ്ടമുണ്ടാകുന്നവർ അത് എന്ത് ചെയ്യണം, അവർ ഷെയറിങ് നടത്താണ്. ഇൻ വിച്ച് ലോസസ് ഓഫ് ഫ്യൂ പീപ്പിൾ ആർ ഷെയർഡ്. അതിൽ കുറച്ച് ആളുകൾക്കൊക്കെ നഷ്ടം ഉണ്ടായിരിക്കും. ആ വരുന്ന നഷ്ടം എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദ അൺഫോർച്ചുനേറ്റ് പീപ്പിൾ ഹു ഹാവ് ടു ഫേസ് ദ റിസ്ക് ഗെറ്റ് കോമ്പൻസേഷൻ ഔട്ട് ഓഫ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഓൾ ദ പീപ്പിൾ ഹു ഫേസ് ദ റിസ്ക് ഫേസ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ആർക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക? ആരാണോ ഈ റിസ്ക് ഫേസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് മാത്രം. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. എനിവേ ആ എക്സാമ്പിൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും. അപ്പോൾ അതായത് ഈ റിസ്ക് ഫേസ് ചെയ്യുന്നവരെ നമുക്ക് ഫോർച്ചുനേറ്റ് പീപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, നിർഭാഗ്യവാന്മാരാണ് അല്ലേ. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആരാണോ ആ റിസ്ക് ഫേസ് ചെയ്യുന്ന അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകൾ, അവരത് എന്ത് ചെയ്യുന്നു? അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി ഈസ് ടേക്കൺ ബൈ ഓൾ ദി വെഹിക്കിൾ ഓണേഴ്സ്. ഓക്കെ. ബട്ട് ആക്സിഡൻറ്റ്സ് ഒക്കേഴ്സ് ഓൺലി ടു എ ഫ്യൂ. എല്ലാവർക്കും ആക്സിഡൻറ്റ്സ് ഉണ്ടാവുമോ? ഇല്ല. The compensation is paid to the victims of the accident out of the money contributed by all the people. അപ്പോൾ എല്ലാവരും കൂടി ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസിലേക്ക് മണി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ആർക്കാണോ ആക്സിഡൻറ്റ് പറ്റുന്നത് അവർക്കാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. Thus insurance is sharing the losses and sufferings of unfortunate people. അതുകൊണ്ടാണ് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നു പറയുന്നത്, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളുടെ നഷ്ടങ്ങളും സഫറിങ്സ്, ബുദ്ധിമുട്ടുകളും ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസ്. ഓക്കെ. അപ്പോൾ അവിടെ വാട്ട് ഈസ് ഇൻഷുറൻസ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടേംസ് ഇൻവോൾവ് ഇൻ ഇൻഷുറൻസ്? 3-4 ടേംസേ ഉള്ളൂ, 5 ടേംസുകൾ. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഷുറർ ഉണ്ടാവും, ഇൻഷുർഡ് ഉണ്ടായിരിക്കും, ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കും, പ്രീമിയം ഉണ്ടായിരിക്കും, ബെനിഫിഷ്യറി ഉണ്ടാവും. അങ്ങനെ 5 ടേംസാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം നമുക്ക് നോക്കാം
എന്താണ് ഇൻഷുറർ ആരാണെന്നുള്ളത്. ഇൻഷുറർ ഇസ് ദ ഇൻഷുറൻസ് കമ്പനി ഓർ ഏജൻസി ഹു അണ്ടർടേക്സ് ടു പേ ദ എമൗണ്ട് on the happening of the event insured for or after a specified period as the case may be. ആരാണ് ഇൻഷുറർ എന്ന് പറയണമെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് പോളിസി നമുക്ക് തരുന്ന ഇൻഷുറൻസ് കമ്പനി ഇല്ലേ, അതാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അവരാണ് പറയുന്നത് ഈ ഒരു പ്രത്യേക ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ നടന്നു കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ ഞങ്ങൾ തരാം. ക്ലിയർ? അത് പറയുന്നവരാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ LIC, പിന്നെ ഏതാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് പറയാം. ഒരു ടേം എന്താണ് ഇൻഷുർഡ്. രണ്ടാമത്തെ എന്തായിരിക്കും ഇൻഷുറർ. അതായത് ഞാനിപ്പോൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷുററാണ്, ഞാൻ ഇൻഷുർഡ് ആണ്. ഞാൻ ഒരു LIC പോളിസി എടുക്കുകയാണെങ്കിൽ LIC എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻഷുറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുർഡ് ആരാണ്? ഇൻഷുർഡ് ഇസ് ദ ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഹു ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസ് വിത്ത് ദ ഇൻഷുറർ. എന്താണ്, എനിക്ക് നഷ്ടമുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ലൈഫോ അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയോ ഞാൻ ഇൻഷുററുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഷെയറിങ്, അതിനുവേണ്ടി നമ്മൾ വരും അടുത്ത ടേമിലേക്ക്. ഇപ്പോൾ നമുക്ക് പറയേണ്ട, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് മിസ്റ്റർ എ ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ്, കേട്ടോ, എ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ മിസ്റ്റർ എ ഈസ് ദ ഇൻഷുർഡ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ആയിരിക്കും, LIC ആയിരിക്കും ഇൻഷുറർ ആൻഡ് മിസ്റ്റർ എ ഈസ് ഇൻഷുർഡ്. ഇനി മൂന്നാമത്തെ ടേമാണ് ഇൻഷുറൻസ് പോളിസി. അതായത് ഇവർ രണ്ടുപേരും തമ്മിലുണ്ടാക്കുന്ന കോൺട്രാക്ട്, അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ദ റിട്ടേൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇഷ്യൂഡ് ബൈ ദ ഇൻഷുറർ ടു ദ ഇൻഷുർഡ് ഈസ് കോൾഡ് ഇൻഷുറൻസ് പോളിസി. ആർക്ക് കൊടുക്കുന്നതാണ്? ഇൻഷുറർ. അതായത് LIC മിസ്റ്റർ എയുടെ പേരിൽ ഒരു എയും തമ്മിൽ, LICയും മിസ്റ്റർ എയും, നമ്മുടെ ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് LICയും മിസ്റ്റർ എയും കൂടി ഒരു റിട്ടേൺ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് തയ്യാറാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഇൻഷുറൻസ് പോളിസി. നമ്മുടെ ഈ ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഈ ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഇൻഷുറൻസ് കോൺട്രാക്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻഷുറൻസ് പോളിസി. പിന്നെ അതിൽ വരുന്നൊരു ടേമാണ് പ്രീമിയം. നമ്മളാദ്യം മന്ത്ലി ഒരു എമൗണ്ട് അടയ്ക്കും, മന്ത്ലിയോ ഇയർലിയോ അതനുസരിച്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ്. ആരാണ് ഇൻഷുർഡ്? ഇവിടുത്തെ എക്സാമ്പിൾ ആണെങ്കിൽ മിസ്റ്റർ എ അല്ലേ. മിസ്റ്റർ എ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? മിസ്റ്റർ എ കൊടുക്കുന്ന എമൗണ്ട്, കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. അതായത് ഇവിടെ LIC, അതായത് മിസ്റ്റർ എ LICക്ക് ഒരു കൺസിഡറേഷൻ എമൗണ്ട് കൊടുക്കുന്നു. അതാണെന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രീമിയം എന്ന് പറയുന്നത്. ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹിസ് പാർട്ട് ഓഫ് കോൺട്രാക്ട് ഈസ് കോൾഡ് ദി പ്രീമിയം. ആസ് പെർ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കണമെന്ന് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദി ഇൻഷുറൻസ് കമ്പനി. ഈ കിട്ടുന്ന പ്രീമിയമാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം. മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഇൻഷുർഡ്, അതായത് ഇവിടുത്തെ കേസിൽ മിസ്റ്റർ എ ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഇൻഷുർഡ് ആയിട്ടുള്ള ആളുകളും എന്ത് ചെയ്യുന്നു? ഒരു കൺസിഡറേഷൻ, ഒരു എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നത്. ആ കിട്ടുന്ന പ്രീമിയമാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും മേജർ സോഴ്സ് ഓഫ് ഇൻകം. ക്ലിയർ? പിന്നെ അതിൽ വരുന്ന നെക്സ്റ്റ് ടേം അസോസിയേറ്റഡ് വിത്ത് ഇൻഷുറൻസ് ആണ് ബെനിഫിഷ്യറി. അപ്പോൾ സാധാരണ കേസിൽ ബെനിഫിഷ്യറി ആരായിരിക്കും? ഇപ്പോൾ മിസ്റ്റർ എ LIC അല്ലെ, രണ്ട് പാർട്ടീസാണ്, ഒരു ഇൻഷുററും ഒരു ഇൻഷുർഡും ഉണ്ട്. അപ്പോൾ മിസ്റ്റർ എ ആയിരിക്കും സാധാരണ കേസിൽ അതിൻ്റെ ഒന്നെങ്കിൽ LIC ആണെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് പീരീഡ് കഴിഞ്ഞാൽ, അതിനെ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാലോ അത് ആർക്ക് കാശ് തിരിച്ചു കിട്ടും? മിസ്റ്റർ എക്ക് തിരിച്ച് കിട്ടും. പക്ഷേ ഓൺ ഡെത്താണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ആർക്ക് കിട്ടും? അദ്ദേഹം ഒരു നോമിനിയെ കൊടുത്തിട്ടുണ്ടായിരിക്കും. മിസ്റ്റർ എയുടെ നോമിനി ആരാണെങ്കിൽ ആ നോമിനിക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ അവരെയാണ് നമ്മളൊന്നെങ്കിൽ മിസ്റ്റർ എയോ അല്ലെങ്കിൽ എയുടെ നോമിനിയെയോ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബെനിഫിഷ്യറി എന്ന് പറയാം. എന്താണ് പറയുന്നത്? ബെനിഫിഷ്യറി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പെയ്ഡ് ഓൺ ദ ഹാപ്പണിംഗ് ഓഫ് ദി ഇവൻറ്റ് ഇൻഷുർഡ് ചെയ്ത ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് പ്രകാരം നമ്മൾ പറയുമല്ലോ, ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ദ ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദിസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആ എമൗണ്ട് ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തിയെ നമുക്ക് ബെനിഫിഷ്യറി എന്ന് പറയാം. ദ ബെനിഫിഷ്യറി മേ ബി ഇൻഷുർഡ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് മിസ്റ്റർ എ ആയിരിക്കാം ഓർ എനി അതർ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദി ഇൻഷുർഡ്. അല്ലെങ്കിൽ മിസ്റ്റർ എ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിലൊരു നോമിനി കോളം ഉണ്ടാവും.
നോമിനി കോളത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിക്കോ കൊടുക്കാം. അത് അവർ ഈ 2 പേരിൽ ആരെങ്കിലും ആയിരിക്കാം ആരെന്ന് പറയുന്നത് ബെനിഫിഷ്യറി. അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് ടേംസ് ഇൻവോൾവ് ഇൻ കണക്ഷൻ വിത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത്ര നമുക്ക് നിർത്താം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസുകളാണ്. 3 ഉള്ളൂ, ലൈഫും ജനറൽ ഇൻഷുറൻസും സോഷ്യൽ ഇൻഷുറൻസും. അപ്പോൾ അതുകൂടി ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്നുവെച്ചാൽ 1-2 ക്ലാസ് കുറച്ച് ലോങ് ആയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് കറക്റ്റ് 45 മിനിറ്റ്സിൽ നിർത്തണം എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയർ.